ഒരു പുഴയുടെ കരയിൽ ഒരു കൂട്ടം അരയന്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു വയസ്സൻ അരയന്നവും ഉണ്ടായിരുന്നു. ഇര തേടാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള അരയന്നങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവിച്ചിരുന്നത്. എല്ലാ അരയന്നങ്ങളെയും ഉപദേശിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഉപദേശങ്ങളൊന്നും സ്വന്തം ജീവിതത്തിൽ പാലിക്കാറില്ലെന്ന് മാത്രം. അങ്ങനെയിരിക്കെ ഒരു ദിവസം അരയന്നങ്ങൾ ഇട്ടിട്ട് പോകുന്ന മുട്ടകളുടെ എണ്ണം കുറഞ്ഞു വന്നു. മറ്റ് അരയന്നങ്ങൾ ഇര തേടാൻ പോകുമ്പോൾ വയസ്സൻ അരയന്നം മോഷ്ടിച്ച് തിന്നുകയാണ് ചെയ്തിരുന്നത്. ഒരിക്കൽ മറ്റ് അരയന്നങ്ങൾക്ക് മനസ്സിലായി വയസ്സൻ അരയന്നമാണ് തങ്ങളുടെ മുട്ടകളെ മോഷ്ടിച്ച് തിന്നുന്നതെന്ന്. അതോടെ എല്ലാ അരയന്നങ്ങളും ചേർന്ന് ആ വയസ്സൻ അരയന്നത്തെ തല്ലിക്കൊന്നു. എല്ലാ രാജാക്കന്മാരും കൂടിയിരിക്കുന്ന സഭയിൽ ഈ കഥ പറഞ്ഞവസാനിപ്പിച്ച് ഈ കഥയിലെ വയസ്സൻ അരയന്നം നീയാണ് എന്ന് ഭീഷ്മനെ നോക്കി ശിശുപാലൻ പറഞ്ഞ അടുത്ത നിമിഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ട് ശിശുപാലൻ്റെ തലയറുത്തു. രാമായണത്തിൽ രാമൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട് വീണ്ടും മഹാഭാരതത്തിൽ പുനർജനിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട ശിശുപാലനാണ് അസുരരാജനായ മഹാവീരൻ രാവണൻ.